എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തിനെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ അഭിലാഷങ്ങൾക്ക് വിരുദ്ധമാകുന്നില്ല എന്ന് ഉറപ്പാക്കണം. ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്ന് രഹസ്യത്തിൽ ഭാഗഭാക്കായ ആചാര്യന്മാരിൽ ഒരാളായ മൈക്ക് ഡൂളി വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലിവറേജിംഗ് ദ യൂണിവേഴ്സ് ആൻഡ് എൻഗേജിംഗ് മാജിക് എന്ന ഓഡിയോ പാഠ്യപദ്ധതിയിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഉത്കൃഷ്ടനായ ഒരു ജീവിത പങ്കാളിയെ തൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ത്രീയുടെ കഥയാണത്. അവർ എല്ലാം ശരിയായി തന്നെയാണ് ചെയ്തത്. അത് എങ്ങനെയുള്ള ആളായിരിക്കണമെന്നതിനെക്കുറിച്ച് മനസ്സിൽ തികഞ്ഞ വ്യക്തത വരുത്തി അയാൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളുടെ പട്ടിക തയ്യാറാക്കി. സ്വന്തം ഉൾക്കാഴ്ചയിൽ ആ വ്യക്തിയെ കാണുകയും ചെയ്തു. ഇത്രയൊക്കെ ആയിട്ടും ആൾ വന്നില്ല. ഒരു ദിവസം അവർ വീട്ടിൽ തിരിച്ചെത്തി ഗാരേജിൽ മധ്യഭാഗത്തായി കാർ പാർക്ക് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ഒരു ഞെട്ടലോടെ അവർ തിരിച്ചറിഞ്ഞു തൻ്റെ പ്രവൃത്തികൾ തൻ്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമാകുന്നുണ്ട് എന്ന്. തൻ്റെ കാർ ഗാരേജിൻ്റെ ഒത്ത നടുവിൽ നിർത്തിയാൽ തൻ്റെ ഉത്തമനായ ജീവിത പങ്കാളിയുടെ കാർ നിർത്താൻ സ്ഥലമുണ്ടാവില്ല. അങ്ങനെയൊരാൾ വന്നു ചേരുമെന്ന് അവർക്ക് ഉള്ളിൽ വിശ്വാസമില്ല എന്ന് പ്രപഞ്ചത്തോട് വിളിച്ചറിയിക്കുന്ന ഫലമാണ് ഈ പ്രവൃത്തി കൊണ്ട് ഉണ്ടായത്. അവർ ഉടൻ തന്നെ ഗാരേജ് വൃത്തിയാക്കി തൻ്റെ ഉത്തമ ജീവിത പങ്കാളിയുടെ കാർ കൂടി നിർത്താൻ സൗകര്യമുണ്ടാക്കും വിധത്തിൽ സ്വന്തം കാർ ഒരു വശത്ത് ചേർത്ത് പാർക്ക് ചെയ്തു. തൻ്റെ മുറിയിൽ സ്വന്തം വസ്ത്രങ്ങൾ കുത്തി നിറച്ചു വച്ചിരുന്ന അലമാരിയിൽ വസ്ത്രങ്ങൾ ഒതുക്കി വെച്ച് പങ്കാളിയുടെ വസ്ത്രങ്ങൾ വയ്ക്കാൻ സ്ഥലമുണ്ടാക്കി. കട്ടിലിൽ മധ്യഭാഗത്ത് കിടക്കുന്ന ശീലം മാറ്റി പങ്കാളിക്ക് കൂടി കിടക്കാൻ കഴിയും വിധത്തിൽ തൻ്റെ ഭാഗത്ത് കിടക്കാൻ തുടങ്ങി. ഒരു ഡിന്നർ സൽക്കാരവേളയിലാണ് ആ സ്ത്രീ മൈക്ക് ഡൂളിയോട് ഈ കഥ പറഞ്ഞത്. അപ്പോൾ അവരുടെ സമീപത്ത് അവരുടെ സങ്കല്പത്തിലെ ജീവിത പങ്കാളിയും ഉണ്ടായിരുന്നു. തൻ്റെ ജീവിത പങ്കാളി എത്തിച്ചേർന്നു എന്ന മട്ടിൽ ഉറച്ച വിശ്വാസത്തോടു കൂടിയുള്ള പ്രവൃത്തികൾ അവർ ചെയ്യാൻ തുടങ്ങി. അധികം താമസിയാതെ അവർ സ്വപ്നം കണ്ട ആ വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ അവർ സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്നു. ശരിക്കും ഉള്ളതുപോലെ ഭാവിക്കുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം രഹസ്യം ചലച്ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ കൂടിയായ എൻ്റെ സഹോദരി ഗ്ലെൻഡയുടെ കഥയാണ്. അവർ ഓസ്ട്രേലിയയിൽ ആയിരുന്നു. അവർക്ക് അമേരിക്കയിൽ വരണമെന്നും എന്നോടൊപ്പം അമേരിക്കയിലെ ഓഫീസിൽ ജോലി ചെയ്യണമെന്നും ആയിരുന്നു ആഗ്രഹം. അവൾക്ക് രഹസ്യം നന്നായി അറിയാമായിരുന്നു. അതിനാൽ അവൾ തൻ്റെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും അവൾക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് പോകാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്